വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തിയ ബേലൂർ മഖന വീണ്ടും കർണാടകയിലേക്ക്. കബനി നദി കടന്ന് കർണാടകയിലെ മച്ചൂർ ഭാഗത്തേക്കാണ് ആന നീങ്ങുന്നത്. വിവരങ്ങളുമായി എം കമൽ ചേരുന്നു. കമൽ, ദിവസങ്ങളായി ഇങ്ങനെ ഈ കൊലയാളി ആന പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് ദൗത്യസംഘവും കാട്ടിൽ തന്നെ തമ്പടിക്കുകയാണല്ലേ? എന്താണ് ഇന്ന് ദൗത്യസംഘത്തിന്റെ പദ്ധതി? മോത്തി, ഇന്ന് രാവിലെ ചെറിയൊരു ഭീതി ഉണ്ടായി. കാരണം ആന കബനി നദി കടന്ന ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് ഭാഗത്തേക്ക് എത്തി. പുലർച്ചെ 4:30 ദൗത്യസംഘം പുറകെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്, അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുണ്ടായി. പക്ഷേ പിന്നീട് ആന തിരിച്ച് കബനി നദി കടന്ന് അക്കരെ കർണാടകയിലേക്ക് തന്നെ പോയി. മരക്കടവ് പള്ളിയിലെ വികാരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഫാദർ അഗസ്റ്റിൻ മാത്യു. അദ്ദേഹമാണ് രാവിലെ ഈ വിവരം അറിയിച്ച് ഈ നാട്ടിലെ ആളുകളെയൊക്കെ അറിയിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അച്ഛനോട് ചോദിക്കാം. എത്ര മണിക്കാണ് ഇതെങ്ങനെ വിവരം അറിഞ്ഞത്? രാവിലെ ഒരു 4:45 ഫോറസ്റ്റ് ഓഫീസേഴ്സ് പള്ളിയിൽ വന്ന് അവർ പെട്ടെന്ന് വിളിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് അവരറിയിക്കുന്നത് ഈ ബേലൂർ മഖന എന്ന കൊലയാളി ആന കബനി നദി മുറിച്ച് കടന്ന് പള്ളിയുടെ പറമ്പിലേക്കാണ് ആന കടന്നത്. അപ്പോൾ പള്ളിപ്പറമ്പിലാണ് അതിനെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു. അപ്പോൾ പള്ളിയിൽ നോമ്പുകാലമായതുകൊണ്ട് ധാരാളം ആളുകൾ കുർബാനയ്ക്കൊക്കെ വരുന്ന സമയമാണ്. ഉടനെ തന്നെ ഇടവകയുടെ ഗ്രൂപ്പിലും അതുപോലെ കഴിയുന്നതും ഇടവക ആളുകളെ ഫോൺ വിളിച്ചും പള്ളിയിലേക്ക് വരരുതെന്ന് അറിയിച്ചു. അതുപോലെ മറ്റെല്ലായിടത്തേക്ക് അറിയിപ്പ് കൊടുത്തു. ഇന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാനയോ മറ്റു പ്രാർത്ഥനകളോ ഒന്നും രാവിലെ നടത്തിയില്ല. ആന പിന്നെ തിരിച്ചു പോയി അവർ ഓടിച്ചു കയറ്റിയതാണോ തിരിച്ച് പുഴയിലേക്ക്? ആനയെ അവരിവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 6:30 ആന പുഴ മുറിച്ച് കടന്ന് അക്കരയ്ക്ക് വീണ്ടും കർണാടകയിലേക്ക് തിരികെ കയറിയതായിട്ട് അവർ ഔദ്യോഗികമായിട്ട് ഫോറസ്റ്റേഴ്സ് ഇവിടെ വന്ന് സ്ഥിരീകരിച്ചു. എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ആശങ്ക ഒഴിഞ്ഞു തൽക്കാലത്തേക്ക്. അതെ, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒത്തിരി ക്ഷീര കർഷകരുണ്ട്. അവരൊക്കെ രാവിലെ 5:30 പാലൊക്കെ അളക്കുന്നത്. എന്തായാലും വാർത്തകൾ എല്ലാവരിലേക്ക് എത്തിക്കാനും അതിലൂടെ വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. മോത്തി, അച്ഛൻ പറഞ്ഞതുപോലെ വലിയ ജനവാസ മേഖലയാണ്. ഞാനും ഈ രാവിലെ ഈ വാർത്ത 5:45 അറിയുമ്പോൾ ഒന്ന് ഞെട്ടി. കാരണം കാടൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. പുഴ കടന്ന് അക്കരെ കാടാണ് കർണാടകയിൽ, പക്ഷേ പുഴയുടെ ഇക്കരെ വലിയ ജനവാസ മേഖലയാണ്. അവിടെ ഈ ആന തുടർന്നിരുന്നെങ്കിൽ അത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയേനെ. എന്തായാലും ദൗത്യസംഘവും വനപാലകരും ഒക്കെ ആനയുടെ പുറകെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അച്ഛനെ വിവരം അറിയിച്ച ആളുകളെയൊക്കെ അലർട്ട് ചെയ്തു. 6:30 ആന പുഴ നീന്തി കടന്ന് തിരിച്ചുപോയി. അതാണ് ഈ സമയത്ത് ഏറ്റവും വലിയ ആശ്വാസം. ശരി കമൽ.